സോ ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് എടുക്കാനുണ്ടായ സാഹചര്യത്തിലുള്ളൊരു വീഡിയോ ആണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേനും ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ദിയ കൃഷ്ണയുടെ ബർത്ത് വ്ലോഗ്. ദിയ കൃഷ്ണ പ്രസവിച്ചിരിക്കുകയാണ്. ഒരു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയത്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അമ്മയും കുഞ്ഞും സേഫായിട്ടിരിക്കട്ടെ, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. അത് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 3 മില്യൺ ആൾക്കാരിലാണ് ഏകദേശം അത് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും ആ വീഡിയോ കണ്ടു. ഞാൻ ഈ വീഡിയോ എടുക്കേണ്ട സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ കുറേ ഇങ്ങനെ അതായത് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേനും ഒരുപാട് നെഗറ്റീവ് വീഡിയോസ് വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോയുടെ കമൻസിൽ ഞാൻ കണ്ടു, അല്ലാതെ കുറേ കണ്ടു. അപ്പോൾ അത് വായിച്ചപ്പോഴത്തേനും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അപ്പം എനിക്കും പറയണം, റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയണം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഈ നെഗറ്റീവ് കമൻസ് എന്ന് പറയുമ്പോഴത്തേനും അവർ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പബ്ലിക് ആക്കുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ഞാൻ കണ്ടു. പക്ഷേ എന്താ പറയുക, ദിയെ സംബന്ധിച്ചിടത്തോളം, ദിയ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കല്ലുപൂത്തതാണല്ലോ, സോ ഐ കൻ കോൾ ആ ചേച്ചി. അപ്പോൾ ദിയ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആ ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഫാമിലി എന്ന് പറയുന്നത്. ഹസ്ബൻഡും അതെ, ഫാമിലിയും അതെ. കാരണം ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ആ ചേച്ചിക്ക് കൊടുക്കുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് എത്ര പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് അതിൻ്റെ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ഇടുന്നവർക്കോട് ഞാൻ ചോദിക്കുകയാണ്, എത്ര പേർക്ക് ഇതിനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്? കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയാവുക എന്നുള്ളത് കാര്യം ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ മൊമെൻറ്റിൽ എന്താ പറയുക, അവർ കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറയുന്നത് ഇപ്പം എന്നെപ്പോലെ ഡെലിവറി കഴിഞ്ഞ് കുറേ പേർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഈ ഡെലിവറി വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിൽ ഞാൻ വീഡിയോ കണ്ടതാണ്. അപ്പോൾ അതിലൊരു മോശമായിട്ടുള്ളൊരു രീതിയിലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ്ഡ് ആണ്, അത്രയും ഇതുപോലെ ഇന്നത്തെ പോലെ അത്രയും പബ്ലിക് അല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമുക്ക് ഓരോ കാര്യത്തിൽ ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ C-സെക്ഷൻ ആയിക്കോട്ടെ, നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം ആ ഒരു മൊമെൻറ്റ് പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ അത് ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രഷ്യസ് മൊമെൻറ്റ് തന്നെയാണെന്ന് ഞാൻ പറയും. ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് എത്രത്തോളം ആശ്വാസകരമാണ് ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്, അതിൽ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, എൻ്റെ ഒരു പ്രഷ്യസ് മൊമെൻറ്റ് തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് കുഞ്ഞിനെ നമ്മൾ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ പിന്നെന്താ പറയുക, ഒരു കുടുംബത്തിലോട്ടൊരു കുഞ്ഞ് വരുമ്പോഴത്തേനും അവരനുഭവിക്കുന്ന സന്തോഷം അത് എത്രത്തോളമാണെന്ന് അത് നമുക്ക് വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയുക പ്രകടിപ്പിക്കാൻ അത് പറ്റത്തില്ല. അത് മനസ്സിൽ നിന്ന് തട്ടി വരുന്ന ഓരോ കാര്യങ്ങളാണ് ജീവിതത്തിൽ, അല്ലേ? ഇതൊക്കെയാണ് ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുക, ഈ താഴെ ഈ നെഗറ്റീവ് ഓരോ കാര്യത്തിനും, ഇതെന്നല്ല ഓരോ കാര്യത്തിനും നെഗറ്റീവ് വന്ന് കമൻറ്റ് ചെയ്തവരോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലത്തെ സന്തോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്? കാരണം അതൊരു എന്തിനാണ് നെഗറ്റീവായിട്ട് കാണുക? ഇപ്പം അഭിപ്രായങ്ങൾ എന്താ പറയുക, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ ഓരോ കാര്യങ്ങളും നെഗറ്റീവ് വന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ സാഹചര്യം കടന്നു പോയേക്കാം, അല്ലെങ്കിൽ ഇനി അത് സംഭവിച്ചേക്കാം. അപ്പോൾ എത്രത്തോളം സന്തോഷത്തിലായിരിക്കും അവർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ അവർ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ വീഡിയോയിൽ ആ സമയത്ത് അനുഭവിക്കുന്ന പെയിനും മുഖത്തെ എക്സ്പ്രഷൻസും മാത്രമാണ് ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അല്ലാതെ വേറെ വൾഗറായിട്ട് അല്ലെങ്കിൽ മോശമായുള്ള രീതിയിൽ ആ വീഡിയോയിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. പരമായിട്ടാണ് ആ വീഡിയോ ക്യാപ്ചർ ചെയ്തേക്കുന്നത്. അതിലൊരു തെറ്റും ഞാൻ കണ്ടില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചുറ്റും നിന്ന് ഒരു ഡെലിവറി
നമ്മുടെ കൂടെ ഇത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാന്ന് തന്നെ വളരെ ഒരു ഭാഗ്യമാണ്. എത്രത്തോളം എത്ര പേർക്ക് അത് പോസിബിൾ ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കിട്ടുന്ന ഒരു മൊമെന്റ്സ് ഉണ്ടെങ്കിൽ ആരും അത് നഷ്ടപ്പെടുത്തരുത്. ഇറ്റ്സ് എ ലക്കി ഫാക്ടർ എന്ന് ഞാൻ പറയും. ഫാമിലി കൂടെ തൊട്ടടുത്ത് ഫാമിലി, ഹസ്ബൻഡ് എല്ലാവരും കൂടെ നിന്ന് ഒരു കുട്ടിക്ക് നമ്മൾ ജന്മം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പകുതി സ്ട്രെസ്സ് നമുക്ക് അവിടെ പോകും. കാരണം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആത്മബലം നമുക്ക് കൂടുതൽ ശക്തി പകരത്തേ ഉള്ളൂ. അത് ആ ഒരു മൊമെൻറ്റ് ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ്. എന്താ പറയുക, ഫസ്റ്റ് നമ്മുടെ കുഞ്ഞ് നമ്മുടെ ജന്മം നൽകുമ്പോഴത്തേനും എന്താ പറയുക, ഞാൻ എൻ്റെ മോളെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വാക്കിലൂടെ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും എന്നുള്ളൊരു കാര്യം ചിന്തിക്കണം. അപ്പോൾ ആ ഒരു കിട്ടുന്ന മൊമെൻറ്റ്സ് ആരും മിസ് ഔട്ട് ചെയ്യരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടെ. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ കണ്ടിട്ടുള്ള എത്ര പേർക്ക് മനസ്സിലാവും ഒരു സ്ത്രീ എന്നുള്ളൊരു രീതിയിൽ എന്തുമാത്രം ബുദ്ധിമുട്ടി, എന്തുമാത്രം ശാരീരികവും മാനസികവും സംഘർഷത്തിലൂടെയാണ്. അപ്പോൾ ആ ഒരു പ്രഗ്നൻസി പീരീഡ് തന്നെ ഏറ്റവും കൂടുതലൊരു സംഘർഷത്തിൽ അനുഭവിക്കുന്നതായിരിക്കും സ്ത്രീകൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ എത്ര പേർക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും അയ്യോ എൻ്റെ അമ്മ എന്നെ ഇത്രയും ബുദ്ധിമുട്ടിയാണല്ലോ പ്രസവിച്ചത്, അപ്പോൾ എന്തുമാത്രം പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ സി സെക്ഷൻ ഉള്ളവർക്ക് പറയും, എല്ലാവരും പറയും അയ്യോ സുഖപ്രസവം അല്ലേ എപ്പോഴും നല്ലത്, സി സെക്ഷൻ പാടാണ്. അപ്പോൾ കുറച്ച് പേര് പറയും സി സെക്ഷനാണ് നല്ലത്, അപ്പോൾ ഒന്നും അറിയില്ലല്ലോ എന്ന് പറയും. പക്ഷേ എനിക്ക് സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ സി സെക്ഷൻ എന്ന് പറയുമ്പോൾ ശരിയാണ്, അപ്പം നമ്മളൊന്നും അറിയത്തില്ല, നമ്മൾ അനസ്തേഷ്യ തന്നിട്ട് ഉറക്കമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വർക്ക് ഇപ്പോഴും ഞാൻ അത് ഓർക്കുന്നുണ്ട്. അത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണത്. അപ്പോൾ ഇപ്പം ഏതാ സെക്ഷൻ ഓർ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, ഏതായാലും ഇതൊരു പ്രഷ്യസ് തിങ് ആണ്, അല്ലേ? കാരണം നമ്മൾ ഒരു സ്ത്രീക്ക് മാത്രമേ ആ ഒരു കടമ്പയിലോട്ട് അത് കടക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ട് അത് മറ്റൊരു സ്ത്രീക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഈ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആണുങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ചിലപ്പോൾ അവർ കടന്നു പോയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി അവരങ്ങനെ വന്ന് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് പേർക്കെങ്കിലും അവരുടെ അമ്മമാരോടും പെങ്ങന്മാരോടും ഭാര്യമാരോടും ഒക്കെ കുറച്ചെങ്കിലും ബഹുമാനം തോന്നിക്കാണും. ഈ വീഡിയോ, അതായത് ഡെലിവറി വീഡിയോ കാണാൻ പറ്റാത്തവരുണ്ടല്ലോ, അവരിത് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം നല്ല ട്രെൻഡിങ് നമ്പർ 1-ലാണല്ലോ പോകുന്നത്. സോ അഫ്കോഴ്സ് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്നത് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന പെയിൻ എന്ന് പറയുമ്പോഴത്തേനും അതിനൊരു യാതൊരു വില ഇന്നത്തെ തലമുറയിലുള്ള ചിലർ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലർ വളരെ കുറച്ച് പേര് അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കണ്ട പോലെ എന്തുമാത്രം ക്രൈമാണ് ഓരോ വീട്ടിൽ നടക്കുന്നത്, അല്ലെ? എന്തുമാത്രമാണ് അമ്മയെ ഉപദ്രവിക്കുന്നു, അമ്മയെ കൊല്ലുന്നു, സ്വത്തിന് വേണ്ടി, അതിന് വേണ്ടി, ഇതിന് വേണ്ടി. അപ്പോൾ ആ ഒരു നിമിഷം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ പോലും അവർ ചിന്തിക്കുന്നില്ല ആ അമ്മ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് എനിക്ക് ഭൂമിയിൽ ജന്മം നൽകുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ വീഡിയോസ് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന, നമുക്കല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർക്ക് മനസ്സിലാവുന്ന എന്തുമാത്രം ബുദ്ധിമുട്ടിലാണ് ഡെലിവറി നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് നീ കമൻറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യം എന്താണ്? അത് എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, നെഗറ്റീവ് പറയേണ്ടടുത്ത് നെഗറ്റീവ് പറയാം. പക്ഷേ ഈ ഇങ്ങനത്തെ വീഡിയോൻ്റെ താഴെയൊക്കെ വന്നിരുന്ന് കമൻറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചൂടെ? പ്രധാന കാരണം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഡെലിവറിക്ക് ആരും കൂടെ ഉണ്ടായിരുന്നില്ല, എല്ലാവരും പുറത്താണ് നിന്നിരുന്നത്. അപ്പം എല്ലാ ഹോസ്പിറ്റലിലും അത് ലേബർ സ്യൂട്ടറും പോസിബിൾ അല്ല. ചില ഹോസ്പിറ്റലിൽ സ്യൂട്ടബിൾ ആണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത്. ആ ഒരു മൊമെൻറ്റ് അവർക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ആ കുഞ്ഞ് വലുതാകുമ്പോഴത്തേനും ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ കുഞ്ഞിന് മനസ്സിലാവും എങ്ങനെയാണ് എൻ്റെ അമ്മ എനിക്ക് ജന്മം തന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിന് കുറച്ച് എക്സ്പെൻസീവാണ്. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പോസിബിൾ ആയിരിക്കത്തില്ല, കാരണം അത്രയും എക്സ്പെൻസ് അവർ കാണത്തില്ല. ഈ പറഞ്ഞ കണക്ക് ചിലപ്പോൾ എന്താ പറയുക, ഈ ഒരു മൊമെൻറ്റ് അവർക്ക് കിട്ടണം എന്ന് തോന്നി അവർ ക്യാപ്ചർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിലോട്ട് ചൂസ് ചെയ്യും, ലേബർ സ്യൂട്ടറും ചൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടിയും ഇപ്പം കുറച്ചും കൂടെ ഫെമിലിയർ ആണ്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണല്ലോ ടെക്നോളജീസൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽസിലൊക്കെ ഈ ഒരു
എന്താ ഫെസിലിറ്റി അവൈലബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല എന്താ പറയുക, ഒരു കുഞ്ഞ് ഇല്ലാണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ മോളെ കിട്ടിയത് ഒരുപാട് ലേറ്റായിട്ട്, ഒരുപാട് നേർച്ചകളും പ്രാർത്ഥനകളും ഒക്കെ ശേഷമാണ് എനിക്ക് എൻ്റെ മോളെ കിട്ടിയത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഈ വീഡിയോ എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഒരു വുമൺ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുപോലെ തന്നെ എത്രയോ എന്താ പറയുക, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരും പാഷനായിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് സ്ത്രീകളുണ്ട് ഇന്നത്തെ സമൂഹത്തിലല്ലേ. അപ്പം അവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേനും ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഈ ഇപ്പം ഇതെന്നല്ല, ഏതൊരു വീഡിയോ ആയിക്കോട്ടെ, ഏതൊരു കാര്യം ആയിക്കോട്ടെ, വന്ന് താഴെ കമൻറ്റ് പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് നിങ്ങൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് അവരെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം. ശരിയാണ്, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു സെക്കൻഡ്സെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. കാരണം എൻ്റെ ഒരു വാക്ക് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നോ എന്തൊന്നും നമ്മൾ ചിന്തിക്കണം. കാരണം മറ്റുള്ളവരുടെ വാക്ക് നമ്മളെ മുറിവേൽപ്പിക്കുന്നുവെങ്കിൽ അത് ചെയ്യാതിരിക്കുകയല്ലേ നല്ലതല്ലേ. അപ്പം ഇപ്പം ഞാനൊരു വാക്ക് നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാം, അത് ശരിയാണ്, നമ്മുടെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ആ വാക്ക് ആ വ്യക്തിയെ മാനസികമായി തളർത്തുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ വാക്ക് പറയാനായിട്ട് പോകുന്നത്? അത് നിർത്തിക്കൂടെ അല്ലേ? അപ്പം ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പം നിങ്ങളൊരു ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ എനിത്തിങ്, ഇത് വേർഡ് ഓർ സെൻറ്റൻസ് ചെയ്ത സമയത്ത് നിങ്ങൾ 1 മിനിറ്റ് ആലോചിക്കുക, ഞാൻ ഈ ചെയ്ത ശരിയാണോ, അത് ഞാൻ ഈ ഇടുന്ന കമൻസിലൂടെ എന്തെങ്കിലും മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് ചിന്തിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താഴെ നിങ്ങൾ കമൻസ് അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം അറിയാനായിട്ട് എനിക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട്. സോ ഇനിയുള്ള വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.